മുന്നിലെത്തുന്ന തുമ്പിയും മഞ്ഞിലെ കുഞ്ഞു തെന്നലും നിന്നെ വാഴ്ത്തുന്നിതാ. മിന്നി നിൽക്കുന്ന താരവും മുന്നിലെത്തുന്ന തുമ്പിയും മഞ്ഞിലെ കുഞ്ഞു തെന്നലും നിന്നെ വാഴ്ത്തുന്നിതാ. ദൂതരും നിന്നു പെയ്യുന്ന മേഘവും വന്നു ചേരുന്ന ഇടയരും നിന്നെ വാഴ്ത്തുന്നിതാ. നന്മ നേരുന്ന ദൂതരും നിന്നു പെയ്യുന്ന മേഘവും വന്നു ചേരുന്ന ഇടയരും നിന്നെ വാഴ്ത്തുന്നിതാ. Filled with joy, hope and gratitude, we warmly welcome you all to this blessed celebration of Christmas, commemorating the birth of our Lord, Savior, Jesus Christ. Today, this sacred canvas of Archdiocese House, Changanashiri, shines brighter with love, laughter and the spirit of togetherness as St. Anne's Girls High School, Changanashiri joyfully celebrates the feast of Christmas. It's a moment of immense honor and happiness for us to celebrate this holy occasion in the esteemed presence of His Grace Mar Thomas Tharil, along with the respected members of the Changanashiri Archdiocese House. Your gracious presence adds divine blessings and profound meaning to our celebration today. We extend our heartfelt welcome to you all. The year 2025 marks the great jubilee, the 2025th year of the birth of Jesus Christ. This jubilee year invites us to renew our faith, enkindle hope, and walk together as the pilgrims of peace and compassion. Dear friends, Christmas joy is incomplete without celebration, creativity, and color. Our talented students of St. Anne's Girls High School are ready to present a series of beautiful and vibrant programs, including creative dance performance, meaningful skits depicting the true spirit of Christmas, heart-touching songs and carols, creative expressions reflecting faith, joy and hope. On behalf of St. Anne's Church of Changanashiri, we wish you all a blessed Christmas and a graceful Jubilee year 2025. Thank you for all being part of this beautiful celebration. May God bless you abundantly. Merry Christmas to you all. അഭിവന്യ പിതാവിന്, വന്യരായ വൈദികർക്ക്, ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കൾക്ക്, അധ്യാപകർക്ക്, അനധ്യാപകർക്ക്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികൾക്ക് വിനീതമായ കൂപ്പുകൾ. ഈശോ മിശിഹായുടെ ജനനത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുന്ന ഈ ക്രിസ്മസ് വേളയിൽ സെയിന്റ് ആൻസ് ഗേൾസ് ഹൈസ്കൂളിലെ അധ്യാപകരും അനധ്യാപകരും മാതാപിതാക്കളും കുട്ടികളും ഞങ്ങൾക്ക് ഏറ്റവും അഭിമാനമായ ഞങ്ങളുടെ രക്ഷാധികാരിയായ അഭിവന്യ പിതാവിനോടൊപ്പം അതിരൂപതയിൽ ഒന്നിച്ചു ചേർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരുമിക്കൽ ഞങ്ങളുടെ മനസ്സിന്റെ ചിപ്പിൽ മായാത്ത ഓർമ്മയാവട്ടെ.
ഈ ഓർമ്മ ഞങ്ങൾക്ക് സമ്മാനിച്ച അഭിമന്യു പിതാവിനും അതിരൂപതയ്ക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്. പ്രത്യാശയുടെ കിരണം തൂകി നമ്മിലേക്ക് കടന്നു വരുന്ന ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ച് നമുക്കും പ്രകാശം പരത്തുന്ന, ഈശോയുടെ വെളിച്ചം പരത്തുന്ന വ്യക്തികളായി മാറാം. അങ്ങനെ നമുക്കായി പിറന്ന ദൈവപുത്രനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അവൻ നൽകുന്ന സന്തോഷത്തിലും സമാധാനത്തിലും ഇന്നത്തെ ക്രിസ്മസ് ആഘോഷം തുടരുവാൻ നമുക്ക് ഇടയാവട്ടെ. ഏവർക്കും ക്രിസ്തുമസിന്റെ ആശംസകൾ. ഒരു സന്തോഷം കൂടി പങ്കുവെച്ചുകൊള്ളട്ടെ. This is the happiest moment in this year of our school. Let us നമുക്ക് ഒന്ന് ചേർന്ന് പറയാം, Merry Christmas. All of you please say Merry Christmas. Merry Christmas. ദൈവത്തിന്റെ നേരിട്ടുള്ള സന്ദേശം, ഇത് സ്വർഗത്തിന്റെ കയ്യൊപ്പുള്ള സംഗീതം. സത്രമടഞ്ഞ് ഗാത്രം പിടഞ്ഞ് കന്യാമേരി നിന്നപ്പോൾ നേത്രം നിറഞ്ഞ് യാത്രയ്ക്കൊടുവിൽ യൗസേപ്പ് പിതാവു നിന്നപ്പോൾ ആ തിരക്കിൽ നീറും കുരുക്കിൽ മനമുഴറി നിന്നപ്പോൾ ആ തിരക്കിൽ നീറും കുരുക്കിൽ മനമുഴറി നിന്നപ്പോൾ വാതിലെല്ലാം അടഞ്ഞപ്പോൾ വാനം തുറന്നു, പിന്നിൽ നിന്നും മണ്ണിൽ
നേത്രം നിറഞ്ഞ് യാത്രയ്ക്കൊടുവിൽ യൗസേപ്പ് പിതാവു നിന്നപ്പോൾ മിന്നാരമേ നിന്നെ കാണാനുള്ള യാത്ര കണ്ണീരിന്റെ ചിറ്റോളങ്ങൾ നീന്തിക്കടന്നുള്ള യാത്ര ക്ലേശമേറിയിടുമ്പോൾ കാവൽ നിന്നിടുവാൻ ക്ലേശമേറിയിടുമ്പോൾ കാവൽ നിന്നിടുവാൻ താരദീപാങ്കുരം ദൈവമേകുന്നല്ലോ ദൈവത്തിന്റെ നേരിട്ടുള്ള സന്ദേശം ഇത് സ്വർഗത്തിന്റെ കയ്യൊപ്പുള്ള സംഗീതം വാതിലെല്ലാം അടയുമ്പോൾ വാനം തുറക്കും സ്വർഗമെന്ന പോലെ ഒരു പുത്തനുണർവ് വാതിലെല്ലാം അടയുമ്പോൾ വാനം തുറക്കും സ്വർഗമെന്ന പോലെ ഒരു പുത്തനുണർവ് പത്രമടഞ്ഞ് ഗാത്രം പിടഞ്ഞ് കന്യാമേരി നിന്നപ്പോൾ നേത്രം നിറഞ്ഞ് യാത്രയ്ക്കൊടുവിൽ യൗസേപ്പ് പിതാവു നിന്നപ്പോൾ We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. We
നെഞ്ചിന്റെ താളം സ്വർലോക പുണ്യം പാരിന്റെ നാഥൻ പൂജാതനായി ഗ്ലോറിയ ഗീതം പാടിടാം സാഹിതം ദൂതരായി മാറിടാം എങ്ങും ആഘോഷപൂരം നിറ കണ്ണുകൾ കാണുന്ന നേരം ഒളിമങ്ങ സ്നേഹതീരം കവിയും Happy Christmas. Happy Christmas. Happy Christmas. Happy Christmas. Venite insieme a trovarlo. E con la stella dei manci davanti a noi. ആനന്ദം മഞ്ഞായി പെയ്യും നേരം വന്നേ ഹാപ്പി ക്രിസ്മസ് ആഘോഷം താളം തുള്ളും കാലം വന്നേ മെറി ക്രിസ്മസ് ഒരു താരം എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും മിഴിയാകെ പുതുവർണ്ണം ഇനി ആടാൻ പാടാൻ സന്തോഷത്തിൻ നീളം എന്നാണ് മിശിഹ എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതുജീവൻ ഇനി മണ്ണും മിണ്ണും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ ഒരു താരം എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും മിഴിയാകെ പുതുവർണ്ണം ഇനി ആടാൻ പാടാൻ സന്തോഷത്തിൻ നീളം എന്നാളും മിശിഹ എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതുജീവൻ ഇനി മണ്ണും മിണ്ണും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ Venite insieme a trovarlo. E con la stella dei manci davanti a noi. ആനന്ദം മഞ്ഞായി പെയ്യും നേരം വന്നേ ഹാപ്പി ക്രിസ്മസ് ആഘോഷം താളം തുള്ളും കാലം വന്നേ മെറി ക്രിസ്മസ് Bon Natale.
ഏറ്റവും പ്രിയപ്പെട്ട പ്രൊവിൻഷ്യലമ്മ ബ്രിജിയമ്മ, പ്രിയപ്പെട്ട ജോബി അച്ഛൻ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് അൻസ സിസ്റ്റർ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി ഓർക്കുകയും എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു. നിങ്ങൾ ഈ ക്രിസ്മസ് ദിനത്തിൽ എല്ലാവരും വീടുകളിൽ നിന്നൊക്കെ വന്ന് പിതാവിനെ ഓർത്തതിന് പ്രത്യേകം നന്ദി കേട്ടോ. പിതാവിനെ നിങ്ങൾ മറന്നില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് ഇത്രയും മനോഹരമായ ഒരു ക്രിസ്മസ് പരിപാടി ഇവിടെ അവതരിപ്പിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. നല്ല ഒരു ക്രിസ്മസ് സമ്മാനമായിട്ട് ഞാനിത് കരുതുകയാണ് കേട്ടോ. എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്. നിങ്ങളോട് ഒരു കൊച്ചു കഥ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ലിയോ ടോൾസ്റ്റോ എഴുതിയ ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിസ്മസ് കഥയാണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ചിലപ്പോൾ. ഞങ്ങൾക്കൊക്കെ അത് സ്കൂളിൽ പഠിക്കാനുണ്ടായിരുന്നു. പാപ്പാ പാവനോവിൻ്റെ കഥ അറിയാവോ? ചെരുപ്പ് കുത്തി അറിയാമോ? ഒരു ചെരുപ്പ് കുത്തി പ്രായമുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം നല്ല ഭക്തനാണ്. ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്മസ് രാവിലെ, അതായത് 24-ാം തീയതി രാത്രിയിൽ അദ്ദേഹം ഇരുന്ന് ബൈബിൾ വായിക്കുക. അപ്പോൾ ഈശോയുടെ ജനനത്തെ സംബന്ധിച്ച ആ കാര്യങ്ങളെല്ലാം വായിക്കുമ്പോൾ അദ്ദേഹത്തിന് ആപ്പാടെ ഈശോയുടെ ഒത്തിരി സ്നേഹം തോന്നുകയാണ്. അപ്പോൾ ഈശോയ്ക്ക് സത്രത്തിൽ ഇടം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ പാവനോവ് പറഞ്ഞു, ഈശോ നീ എൻ്റെ അടുത്ത് വരുവാണെങ്കിൽ ഞാൻ തരാമായിരുന്നല്ലോ. അങ്ങനെ വലിയ സന്തോഷത്തോടെ സ്നേഹത്തോടെ വചനമെല്ലാം വായിച്ച്, അപ്പോൾ അദ്ദേഹത്തിനൊരു ആഗ്രഹം, ഈശോയെ കാണണം, ഈശോയെ ഒന്ന് കാണുമായിരുന്നെങ്കിൽ ഈശോയെ കുറേ സ്നേഹിക്കാമായിരുന്നു, ഈശോയ്ക്ക് നല്ല സമ്മാനം കൊടുക്കാമായിരുന്നു. അപ്പോൾ അയാൾ പെട്ടെന്ന് ചിന്തിച്ചു, ഈശോയ്ക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ സമ്മാനം എന്താ ഉള്ളത്? ഒന്നുമില്ല, പാവപ്പെട്ട ഒരു ചെരുപ്പ് കുത്തിയാണ്. അപ്പോൾ അദ്ദേഹം എന്തോ ഓർത്തിട്ട് ഒരു പഴയ ഒരു പെട്ടി തുറന്നു. അതിനകത്ത് 2 കുഞ്ഞ് നല്ല ലെതർ ചെരുപ്പുകൾ അദ്ദേഹം നിർമ്മിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ആർക്കോ കൊടുക്കാനായിട്ട് നിർമ്മിച്ചതായിരിക്കണം, കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് ഈശോയ്ക്ക് കൊടുക്കാം, ഈശോ വരുവാണെങ്കിൽ ഈശോയ്ക്ക് തണുപ്പാണല്ലോ, ഈശോയ്ക്ക് കൊടുക്കാമെന്നൊക്കെ കരുതിയിരിക്കുകയാണ്. അന്ന് രാത്രിയിൽ സുഖമായിട്ട് കിടന്നുറങ്ങി പാവനോവ്. അപ്പോൾ പാവനോവ് ഉറങ്ങിയപ്പോൾ സ്വപ്നത്തിൽ ഈശോ വന്ന് പറഞ്ഞു, ഞാൻ നിന്നെ കാണാൻ വരും, നാളെ നിന്നെ കാണാൻ വരും. വലിയ സന്തോഷമായി പാവനോവിന്. അപ്പോൾ രാവിലെ അദ്ദേഹം വീടെല്ലാം വൃത്തിയാക്കി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കാണുന്നില്ല. അതിരാവിലെ ഇങ്ങനെ വഴിയിലോട്ട് കണ്ണു നട്ടിരിക്കുകയാണ്. നല്ല ചൂട് കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈശോ വരുവാണെങ്കിൽ കാപ്പിയൊക്കെ കൊടുക്കാം, നല്ല തണുപ്പല്ല, അവിടെ പ്രത്യേകിച്ചും തണുപ്പ് രാജ്യമാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഒരു പാവപ്പെട്ട ഒരു തൂപ്പുകാരൻ അതുവഴി വഴിയൊക്കെ വൃത്തിയാക്കുന്ന ഒരു ചേട്ടൻ, അയാൾ മാത്രം അതിരാവിലെ വന്ന് വളരെ വിഷമിച്ച് വഴിയൊക്കെ തൂത്തുകൊണ്ട് പോവുകയാണ്. അപ്പം പാവനോവിന് ആപ്പാടെ സങ്കടമായി, അയ്യോ പാവം. അപ്പോൾ അദ്ദേഹം അടുത്ത് ഇയാളെ വിളിച്ച് രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു, നല്ല ചൂട് കാപ്പിയൊക്കെ കൊടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ക്രിസ്മസ് സമ്മാനമാണിത്, വലിയ സന്തോഷമാണ്. അയാൾ പോയി. കുറേ നേരം കഴിഞ്ഞിട്ട് ഇയാളിങ്ങനെ കാത്തിരിക്കുകയാണ്, ഈശോ വരുമല്ലോ, പക്ഷേ വരുന്നില്ല. ഉച്ചയ്ക്ക് നേരമായി, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചു, പക്ഷേ ഈശോ മാത്രം വരുന്നില്ല. അപ്പോഴാണ് ഒരു പാവപ്പെട്ട സ്ത്രീ ഒരു കൊച്ചു കുഞ്ഞിനെയുമായിട്ട് തണുത്ത് വിറച്ച് അതുവഴി ഇങ്ങനെ വരികയാണ്. അവൾക്ക് പോകാനായിട്ട് സ്ഥലമൊന്നുമില്ല, അങ്ങനെ ഒത്തിരി വിഷമിച്ച് വരുന്നു. അപ്പോൾ പാവനോവ് അവരെ സ്വീകരിച്ച് ഭക്ഷണമെല്ലാം കൊടുത്തു, വലിയ സന്തോഷമായി. നോക്കിയപ്പം അവളുടെ കൊച്ചു കുഞ്ഞിന് കാലയിലൊന്നുമില്ല, കാലയിൽ ചെരുപ്പൊന്നുമില്ല. സങ്കടമായി. അയ്യോ കൊച്ചു കുഞ്ഞിൻ്റെ, പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം വിദേശ രാജ്യങ്ങളിൽ കൈയും കാലുമാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്, കാരണം അതുവഴിയാണ് ഈ തണുപ്പ് കയറി വരുന്നത്. അപ്പോൾ എല്ലാവരും സോക്സൊക്കെ ഇടും, എല്ലാവരും കാലൊക്കെ നന്നായിട്ട് സൂക്ഷിക്കും, നല്ല ഷൂസൊക്കെ ഇടും, കാരണം തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രശ്നമാണ്. അപ്പോൾ പാവനോവിനടുത്തു ഈശോയ്ക്ക് കൊടുക്കാനായിട്ട് വെച്ചിരുന്ന 2 നല്ല ഷൂസ് എടുത്തിട്ട് കൊച്ചിന് കൊടുത്തു. അപ്പോൾ വലിയ സന്തോഷം. 10 പ്രാവശ്യം ആലോചിച്ചിട്ടാണ് കൊടുത്തത്. ഈശോ പറഞ്ഞാൽ കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ സാരമില്ല, നമുക്ക് ഈശോയ്ക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു ഈ കൊച്ചിന് എന്തെങ്കിലും കൊടുത്തു. അപ്പോൾ വലിയ സന്തോഷമായി. അമ്മയ്ക്ക് അമ്മയാണെങ്കിൽ ഒത്തിരി നന്ദിയൊക്കെ പറഞ്ഞിട്ട് പോയി. വൈകുന്നേരം വരെ നോക്കിയിരുന്നു, ആരും വരുന്നില്ല. അവസാനമായപ്പോൾ കുറേ ഭിക്ഷക്കാരതുവഴി പോയി, അവരെയും വിളിച്ചിരുത്തി പാവനോവ് കാപ്പിയെല്ലാം കൊടുത്തു. എല്ലാം ഇനിയിപ്പോൾ ഒന്നുമില്ല, പാവനോവിന് കൊടുക്കാനായിട്ടൊന്നുമില്ല.
അദ്ദേഹം ഈശോയോട്ട് വന്നുമില്ല, ഈശോ പറ്റിച്ചു. സ്വപ്നത്തിൽ കേട്ടതാണ്, അത് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പാവനോ കിടന്നുറങ്ങുമ്പോൾ വീണ്ടും പാവനോന് സ്വപ്നമുണ്ടായി ഈശോയുടെ. എന്താണ്? ഞാൻ വന്നായിരുന്നു, അപ്പോൾ ഒന്നായിരുന്നു, നീ എനിക്ക് രാവിലെ നല്ല കട്ടൻ കാപ്പി തന്നു, ഉച്ചയായപ്പം നല്ല ഭക്ഷണം തന്നു, പിന്നെ എനിക്ക് ഇടാനായിട്ട് നല്ല ഷൂസ് തന്നു, പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ അതുവഴി പോയപ്പോൾ നീ എന്നെ വിളിച്ചിരുത്തി നല്ല ഭക്ഷണം വീണ്ടും തന്നു, നല്ല ചൂട് കാപ്പി തന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി പാവനോ. അപ്പോൾ പാവനോ പറയും, നീ എപ്പോഴാണ് വന്നേ? അപ്പോൾ പറഞ്ഞു, ഞാനാണ് ആ തൂപ്പുകാരിയായിട്ട് വന്നത്, അതുപോലെ ആ കൊച്ചു കുഞ്ഞായിട്ട് വന്നത്, എല്ലാം ഞാനാണ് വന്നത്. അപ്പോൾ നല്ല മനോഹരമായൊരു കഥയാണിത്. ലിയോ ടോൾസ്റ്റോയുടെ ഏറ്റവും പ്രശസ്തമായ ഒരു ക്രിസ്മസ് കഥയാണിത്. അപ്പം നമ്മൾ ഈശോയെ തേടി നമ്മൾ ഒത്തിരി ദൂരെയൊന്നും പോകണ്ട, നമ്മുടെ എല്ലാം അടുത്ത് ഈശോ ഉണ്ട്. അപ്പോൾ ഈശോയെ നമ്മുടെ അടുത്ത് വരുന്നവരിൽ ഈശോയെ കണ്ട് നമ്മൾ അവരെ സ്നേഹിച്ചാൽ മതി. അപ്പോൾ അവരെ കൂടുതലായിട്ട് നമ്മൾ സ്നേഹിക്കണമെന്നുള്ളൊരു സന്ദേശമാണ് ഈ മനോഹരമായ കഥയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും നിങ്ങളെല്ലാം നല്ല മിടുക്കികളായിട്ട് വന്ന്, മിടുക്കന്മാരും ഉണ്ട് കൂട്ടത്തിൽ അല്ലേ, മിടുക്കന്മാരും ഉണ്ട്. ആൺപിള്ളേരെ എടുത്തു തുടങ്ങിയോടെ 4 വരെ ഉണ്ട്. അപ്പോൾ ആൺപിള്ളേരും ഉണ്ട്, അപ്പം മിടുക്കന്മാരും മിടുക്കികളും ഉണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ക്രിസ്മസ് വേഷങ്ങളൊക്കെ അടിഞ്ഞ് കുറച്ചുകൂടെ സൗന്ദര്യമൊക്കെ കൂടി എല്ലാവർക്കും കേട്ടോ, എല്ലാവരും കുറച്ചുകൂടെ നല്ല സുന്ദരികളൊക്കെ ആയിരുന്നു. അപ്പോൾ പ്രത്യേകം നന്ദി പറയുന്നു, വളരെ സന്തോഷവും. ഞങ്ങൾ അതിരൂപതാ ഭവനത്തിലുള്ള എല്ലാവരും ഞങ്ങളെ ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. എല്ലാവർക്കും നന്ദി പറയും. താങ്ക് യു.